ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് ഒരു 7x5 2 ഫ്രെയിം ഒരു ഫാമിലിക്ക് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മൾ യൂട്യൂബിൽ ആക്റ്റീവ് ആവുന്നത്. നമ്മൾ യൂട്യൂബിൽ 1K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായി മോണിറ്റൈസേഷൻ ആവാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാവരെയും അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഡൗട്ടൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് 2 7x5 ഫ്രെയിമാണ്. ആ ഫാമിലിക്ക് 2 ഫ്രെയിം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്ത ഫ്രെയിം എന്ന് പറയുന്നത് ആർട്ട് ഗ്ലിറ്ററി പറഞ്ഞ ഇൻസ്റ്റാ പേജിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു ഫ്രെയിമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഫ്രെയിംസാണ്. ഇതിൻ്റെ ക്ലിപ്പ് വരെ നമുക്ക് കൈ കൊണ്ടാക്കത്താൻ അത്ര ടൈറ്റിൽ ഉള്ള അടിപൊളി ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ ആയാലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തോളൂ. ഇൻസ്റ്റയിൽ ആർട്ട് ഗ്ലിറ്ററി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജാണ്. അപ്പോൾ കൊറിയർ ത്രൂ ആണ് നമുക്കിത് ലഭിക്കുക. അപ്പോൾ ആവശ്യമുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് വരുമ്പോൾ 2 7x5 1/2 ഇഞ്ച് വരുന്ന ഫ്രെയിമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രിൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നേരെ ഷോപ്പിൽ പോയിട്ട് 7x5 എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്തത്. അതല്ലെങ്കിൽ നിങ്ങൾ ക്യാൻവ ആപ്പ്, അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് ക്യാൻവ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം അതിൽ നേരെ താഴെ കാണുന്ന ഒരു പ്ലസ് ഐക്കൺ ഉണ്ടാവും. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ, ആ ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ നമുക്ക് സൈസ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ 7x5 അതായത് ലെങ്ത്തും വിട്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സൈസിലേക്ക് ആവും. എനിക്കിവിടെ ഷോപ്പിൽ 7x5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിലേക്ക് അയക്കി തരും. എക്സ്ട്രാ ഫീസൊന്നും വരുന്നില്ല. നമ്മൾ പോയി പരിചയമായ കാരണം നമുക്ക് നമ്മുടെ നിന്ന് ഇപ്പോൾ എക്സ്ട്രാ ഫീസ് ഇങ്ങനെ സൈസ് ആക്കണേന് അങ്ങനെയൊന്നും വാങ്ങുന്നില്ല. ഇനി നമ്മൾ ഫ്രെയിമിൻ്റെ ഗ്ലാസ് പുറത്തേക്ക് എടുത്ത ശേഷം അത് നന്നായി വൈപ്പ് ചെയ്തിട്ട് അതിൽ ഈ കാർഡ്ബോർഡിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഇവർ മേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അഴുക്ക് അങ്ങനെ ഗ്ലാസ്സും ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായി തുടച്ച് വൃത്തിയാക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഫ്രെയിമിൻ്റെ പെർഫെക്ഷൻ അത് നേരിൽ കാണുമ്പോഴായാലും ഫോട്ടോയിൽ കാണുമ്പോഴായാലും അറിയുള്ളൂ. അതുപോലെ നമ്മൾ ഗ്ലാസ്സിൽ തൊടുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് അതിൽ കാണും. അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായി ക്ലീൻ ചെയ്യുക. ഒന്നല്ലെങ്കിൽ നമ്മളൊരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ടിഷ്യൂ യൂസ് ചെയ്ത ശേഷം തുടച്ച് വൃത്തിയാക്കുക. അങ്ങനെ ചെയ്ത ശേഷം നമ്മൾ ഈ പ്രിൻറ്റ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്യണം. ഇപ്പോൾ എൻ്റെത് 7x5 ആണെങ്കിലും ചെറിയൊരു പൊടി വ്യത്യാസം, 1 മില്ലിമീറ്റർ വ്യത്യാസം അങ്ങനെയുള്ള വ്യത്യാസം എനിക്ക് വെട്ടിയെടുക്കേണ്ടി വരാറുണ്ട്. അത് നല്ലൊരു കാര്യമാണല്ലോ. നമുക്ക് സൈസ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നം, സൈസ് ഒന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് 2 എഡ്ജുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മുടെ കസ്റ്റമർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന 2 ആൾക്കാർ, ഒരു അച്ഛനും അമ്മമ്മേനും ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ട്. അപ്പോൾ അവരെ ഒന്ന് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അവരൊന്ന് ബ്ലർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ ഫോണിൽ തന്നെ ആപ്പിൽ ഞാൻ അവരെ ബ്ലർ ചെയ്യാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്പ് സ്നാപ്സീഡിലൊക്കെ പറ്റും. പ്ലേ സ്റ്റോറിൽ സ്നാപ്സീഡ് ഡൗൺലോഡ് ചെയ്ത ശേഷം ലെൻസ് ബ്ലർ ഉണ്ടാവും അതിൽ ഓപ്ഷൻ. അതിൽ നമുക്ക് ആരാണോ ബ്ലർ ചെയ്യേണ്ടത് ആ ഭാഗം ഒന്ന് ബ്ലറാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ആ ഭാഗം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ബ്ലറായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമർ എങ്ങനെയാണ് ആവശ്യം പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക.